ഇസ്രയേലിൻ്റെ ഭാഗമാക്കി ഗാസയെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയായ നെതന്യാഹു ആർമിയുടെ തലവൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പണി നിർത്തി വയ്ക്കൂ. സിമ്പിളല്ലേ? ഇന്നലെ വൈകിട്ട് നെതന്യാഹു ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഗാസയുടെ പൂർണ്ണമായ അധിനിവേശം അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ ഒക്യുപ്പേഷൻ ഓഫ് ഗാസ. പട്ടാളം ഗാസ മുഴുവൻ ഒക്യുപ്പൈ ചെയ്തിട്ട് ഇസ്രയേലിൻ്റെ ഭാഗമാക്കി മാറ്റുക. അതായത് ബന്ദികളെ അവിടെ ചില സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥലവും പട്ടാളം ഏറ്റെടുക്കണം, ഒക്യുപ്പൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം സൈനിക മേധാവിയെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് പറ്റില്ല എങ്കിൽ അങ്ങേക്ക് രാജിവെച്ച് പോകാം, നമ്മൾ ഗാസ ഒക്യുപ്പൈ ചെയ്യണം. അപ്പോൾ ദോഹയിൽ നടന്നു വന്ന ചർച്ചകളുണ്ടല്ലോ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ, ഇതൊക്കെ പാളിയിട്ടുണ്ട്, ഒരു സ്ഥലത്തും എത്തുന്നില്ല. മറ്റേ ബന്ദികളും ബാക്കിയുള്ളവരെ 29 പേര് മറ്റു ബാക്കിയുണ്ട്, ജഡമായിട്ടാണ് കുറച്ച് പേര് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പാളിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് ഞങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഗാസയിൽ ഭക്ഷണം എത്തണം എന്ന് ഹമാസ് പിടിവാശി പറയുന്നുണ്ട്. 100 കണക്കിന് ട്രക്കുകളിൽ ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് ഇതൊക്കെ നിങ്ങൾ എത്തിക്കണം. രാജ്യാന്തര ശ്രമം നടക്കുന്നുണ്ട്. ഈ ഗാസയിൽ ഇസ്ലാമിക ഭരണാധികാരികളൊക്കെ വെട്ടിച്ചിട്ട് അവിടെ ഭക്ഷണം എത്തിക്കാനും ഒക്കെ രാജ്യാന്തര തലത്തിൽ ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം അവിടെ എത്തിച്ചാൽ തന്നെ ഇത് തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടികളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഹമാസ് കുറേ വീഡിയോകൾ ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തു വിടുന്നുണ്ട്. ഈ ബന്ദിയായ ഒരാൾ തന്നെ അയാളുടെ ശവക്കുഴി തോണ്ടുന്നൊരു ചിത്രം, അതങ്ങനെ തോണ്ടിച്ചിട്ടാണല്ലോ വീഡിയോ അയക്കുന്നത്. എല്ലാവരും മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ വലിയ ക്ഷാമമാണ് അവിടെ ഗാസയിൽ. റെഡ് ക്രോസ് പറയുന്നുണ്ട് ബന്ദികൾക്ക് നേരിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഉണ്ട് അവിടെ. ആ ഫൗണ്ടേഷനാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. അതിന് പുറമെ ഞങ്ങളും ബന്ദികൾക്ക് നേരിട്ട്, കാരണം ബന്ദികളൊക്കെ എല്ലും തൊലിയുമായിട്ടാണ് ഇരിക്കുന്നത്. മുമ്പ് ചില വ്യാജ ചിത്രങ്ങളൊക്കെ വന്നിരുന്നല്ലോ, ഒരു സ്ത്രീ ഒരു എല്ലും തോലുമായ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത്. അത് വ്യാജ ചിത്രമായിരുന്നു. ആ കുട്ടിക്ക് ജനിതക രോഗമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ സ്ഥിരമായി ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ, ജീവകാരുണ്യ ഇടനാഴി തുറന്നാലേ ഞങ്ങൾ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ സ്ഥിരമായിട്ട് ഇസ്രയേൽ തുറക്കണം ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ. ഇപ്പൊ പല സ്ഥലത്തും ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ലാതെ എന്നാലും ഞങ്ങൾ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഭക്ഷണമൊക്കെ എത്തുന്ന സമയത്ത് എല്ലാത്തരം എന്താ പറയുക, വ്യോമ യാനവും എന്ന് പറഞ്ഞാൽ വിമാനത്തിന്റെ പറക്കലുകൾ എല്ലാത്തരവും, ബോംബിടാനുള്ളതാണെങ്കിലും അല്ലാത്തതുമാണെങ്കിലും നിർത്തണം എന്ന് ഹമാസിന്റെ ഡിമാൻഡ് ഉണ്ട്. ഈ പാക്കേജൊക്കെ വരുന്ന സമയത്ത് വിമാനങ്ങളൊന്നും മുകളിലുണ്ടാകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡുകൾ ഹമാസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഒന്നും നടക്കും എന്നുള്ള തോന്നൽ ഇപ്പം ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഒരു വീഡിയോ, എവ്യാത്തർ ഡേവിഡ് എന്ന് പറഞ്ഞൊരു ബന്ദിയുടെ വീഡിയോ ആണ് ഹമാസ് പുറത്തിറക്കിയത്. അത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ വീഡിയോ വന്നത്. അപ്പോൾ ആ വീഡിയോയിലൊരു കലണ്ടർ കാണാം. ഗാസ ടണലില്ലേ, തുരങ്കത്തിന്റെ അകത്താണ് എന്നുള്ളത് കാണാം. ഒരു കലണ്ടറും കാണാം. നന്നായി മെലിഞ്ഞിരിക്കുകയാണ് എവ്യാറ്റാർ ഡേവിഡ്. പട്ടിണി കിടക്കുന്ന കുട്ടികളും ഒക്കെ കാണാം. ഈ ഷർട്ടില്ല, എവ്യാറ്റാർ ഡേവിഡിന്റെ ചിത്രത്തിൽ ഷർട്ടില്ല. വാരിയെല്ലുകൾ നമുക്ക് കാണാം. ഒറ്റയ്ക്കാണ് തടവിൽ ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നെതന്യാഹുവും പിന്നെ മന്ത്രി, ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീറും പറഞ്ഞിട്ടുണ്ട്, സഹായമൊന്നും ഇനി അവിടെ
ഗാസയിൽ എത്താൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 24 മണിക്കൂറിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ വന്നത്, ഡേവിഡിൻ്റെത്. അതിന് മുമ്പ് ഒരു വീഡിയോ വന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇറക്കിയ വീഡിയോ ആണ്. അപ്പോൾ അത് റോം ബ്രാസ്ലാവ്സ്കി എന്ന് പറഞ്ഞ ബന്ദിയുടെ വീഡിയോ ആണ്. അത് വ്യാഴാഴ്ച. അപ്പോൾ ആ റോം ബ്രസ്ലാവ്സ്കി എന്ന് പറഞ്ഞ ബന്ദിയും എല്ലും തോലും ആയിട്ടാണ് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഏല പറഞ്ഞു, നോക്കൂ എന്ത് വല്ലാത്ത ശാരീരികാവസ്ഥയാണ് ഇപ്പോൾ. എൻ്റെ ഹൃദയത്തിൽ 1000 ഇടി കിട്ടിയ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നടക്കുന്ന അസ്ഥികൂടമാണിപ്പോൾ അദ്ദേഹം. ഞാൻ ഇതോർത്തിട്ട് രാത്രി മുഴുവൻ കരഞ്ഞു എന്ന് സഹോദരി പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ മോചിപ്പിക്കപ്പെട്ട ബന്ദി പറഞ്ഞു, ഒമർ വെൻഖാർട്ട് പറഞ്ഞു, ഞാൻ ഈ എവിയാറ്റാർ ഡേവിഡിൻ്റെ കൂടെയായിരുന്നു 250 ദിവസം ഭൂമിക്കടിയിൽ കഴിഞ്ഞത് ബന്ദിയായിട്ട്. ഇങ്ങനെയാണ് അവിടുത്തെ ടണലുകൾ. ഹമാസ് ഞങ്ങളെ പട്ടിണിക്കിടുകയാണ്. എനിക്ക് 37 കിലോ ഭാരം കുറഞ്ഞു, പട്ടിണി കിടന്നിട്ടേ, ഭക്ഷണമൊന്നും കിട്ടാതെ എന്ന് പറഞ്ഞു. ഈ എവിയാറ്റാർ ഡേവിഡ് എന്ന് പറഞ്ഞ ഈ ബന്ദി അന്ന് ആ നൊവ മ്യൂസിക് ഫെസ്റ്റിവലില് റീം ഗാസയിലെ റീം എന്ന് പറഞ്ഞ ആ ഗാസയോട് ചേർന്ന ഇസ്രയേലിലെ റീം എന്ന് പറഞ്ഞ പ്രദേശത്ത് നോവ സംഗീത പരിപാടി നടക്കുമ്പോഴാണല്ലോ കുറെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഈ ഡേവിഡ്. തെക്കൻ ഇസ്രയേലിൽ 22 വയസ്സാണ്. സുഹൃത്ത് ഗൈ ഗിൽബോ ദലാലിനൊപ്പം അവിടെ സംഗീത പരിപാടിക്ക് പോയതാണ്. അപ്പോൾ അന്ന് ഈ ഹമാസ് ആക്രമിച്ചിട്ട് കുറെ പേർക്ക് പരിക്ക് പറ്റിയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി കൂടിയതാണ് അവിടെ. അയാളെയും ബന്ദിയാക്കി ഈ ഹമാസ് കൊണ്ടുപോയി. അപ്പോൾ ഫെബ്രുവരിയിലും ഒരു വീഡിയോ വന്നിരുന്നു, ഇങ്ങനെ ദലാലിനൊപ്പം മോചനം ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നെതന്യാഹുവിനോടും ട്രംപിനോടും ഞങ്ങളെ മോചിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഫെബ്രുവരിയിൽ വന്നത്. ഈ ഡേവിഡ് ഗിറ്റാറും പിയാനോയും ഒക്കെ വായിക്കുന്ന സംഗീതജ്ഞനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മിഡിൽ ഈസ്റ്റ് എൻവോയി സ്റ്റീവ് വിറ്റ്കോഫ് ബന്ധു കുടുംബങ്ങളെ ഒക്കെ കണ്ടിരുന്നു. പലസ്തീന് രാജ്യപദവി നൽകാതെ ഇനി ആയുധം അടിയറ വയ്ക്കില്ല എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇസ്രയേൽ എന്തായാലും ഒരു പലസ്തീൻ ദ്വിരാഷ്ട്ര വാദം ഉണ്ടല്ലോ അവിടുത്തെ, പലസ്തീനും ഇസ്രയേലും ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത്. ആ പരിപാടിയുടെ കൂടെ ഏതായാലും ഇസ്രയേൽ ഇല്ല എന്നാണ് ഇപ്പം നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഫുൾ ഗാസ ഒക്യുപ്പൈ ചെയ്യണം, ബന്ദികളുള്ള സ്ഥലം ഒക്യുപ്പൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇസ്രയേൽ തയ്യാറാക്കുന്നു എന്നർത്ഥം. പിന്നെ ഗാസയെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ പോകുന്നു എന്നും അർത്ഥം. 2047 ആവുമ്പോൾ വിശാല ഇസ്രയേൽ എന്നുള്ള പദ്ധതിയാണല്ലോ. ശതാബ്ദി, ഇസ്രയേലിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഈ പലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നർത്ഥം. UN വാർഷിക സമ്മേളനത്തിൽ വെച്ച് കാനഡയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കൂടെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്ന് ആവശ്യത്തിൽ ഉന്നയിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു. ശരിക്കും അത് അമേരിക്കയോടുള്ള വിരോധമാണോ അതോ വീണ്ടും ഈ സംഘർഷം രൂക്ഷമാക്കാനുള്ള വഴിയാണോ? അതെ, അതായത് ഈ യുക്രൈൻ യുദ്ധത്തിൽ മറ്റേ അതിനെ ചൊല്ലി നാറ്റോയിലെ ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ 2 തട്ടിലാണ്. അപ്പോൾ അവർ യുക്രൈന് ധാരാളം ആയുധം യുക്രൈന് കൊടുക്കുന്നതാണ് പറയുന്നത്. പക്ഷേ കുറെ നാൾ പുട്ടിൻ്റെ കൂടെയാണ് ട്രംപ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ യുക്രൈനെ ആയുധമണിയിക്കുന്ന പരിപാടിക്ക് ട്രംപ്, അതായത് സെലൻസ്കി അപമാനിച്ചല്ലോ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട്. അതിനെ തുടർന്നാണ് യൂറോപ്പ് പൊതുവെ അമേരിക്കയോട് തെറ്റിപ്പിരിഞ്ഞത്. അത് കഴിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തമായി ആയുധങ്ങൾ വാങ്ങാനുമൊക്കെയുള്ള പദ്ധതി GDP 2% മുതൽ 5% വരെ. പോളണ്ടിനെ പോലുള്ള രാജ്യങ്ങളൊക്കെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, റഷ്യയുടെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊതുവെ ഈ യൂറോപ്പും
അമേരിക്കയും തമ്മിൽ ഒരു ചേരിതിരിവുണ്ട്, ഒരു ശീതസമരം നിൽക്കുന്നുണ്ട്. ആ. അപ്പോൾ ബ്രിട്ടൻ ഈ പറഞ്ഞ പോലെ ഫ്രാൻസ് ഒക്കെ പലസ്തീനെ അംഗീകരിക്കുന്നു ഇല്ലേ അതെ എന്നുള്ള ഒരു രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നു എന്ന് ഫ്രാൻസ് ആദ്യം പറഞ്ഞു. ആ പിന്നെയാണ് ബ്രിട്ടൻ ഉടനെ അത് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്ന അമേരിക്കയുടെയും ചേരിയിൽ ഞങ്ങളില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാണത്, പലസ്തീൻ്റെ കൂടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പരിപാടി, നെതന്യാഹുവും ട്രംപും തമ്മിൽ തന്നെ അത്ര സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം വെടിനിർത്തൽ എല്ലാ സ്ഥലത്തും വെടിനിർത്തൽ ഞാനാണ് പ്രഖ്യാപിക്കുന്നതെന്നാണല്ലോ ട്രംപ് പറയുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും എല്ലാം ഏറ്റെടുക്കുന്നത് ട്രംപാണ്. അപ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനും ഈ ദളിത് ചിന്തകരും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായാലും അത് ഞാനാ ചെയ്തതെന്ന് ട്രംപ് പറയുമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ അവസ്ഥയിലാണ്. അപ്പോൾ താമസിയാതെ ഗാസ ഇസ്രായേലിൻ്റെ ഭാഗമാകുന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.